എഴുതാപ്പുറം വായിക്കുന്നതിൽ വിദഗ്ധരാണ് മാധ്യമ പ്രവർത്തകർ. കണ്ടതും കാണാത്തതും ഒക്കെ അവർ വാർത്തയാക്കി മാറിക്കളയും. അത് പൊടിപ്പും തങ്ങലും ഒക്കെ ചേർത്ത് വിശദീകരിച്ച് കളയും. ഇപ്പോൾ അങ്ങനെ ഒരു സംഭവമാണ് പുതുതായിട്ടുണ്ടായിരിക്കുന്നത്. വൈസ് പ്രസിഡൻറ്റ് ഉഷ വാൻസ് ഈ നോർത്ത് കാരോലിനയിൽ നടന്ന എന്തോ ഒരു മിലിറ്ററി ഇവൻറ്റിൽ അവർ പോയി. അപ്പോൾ അവരുടെ കയ്യിൽ വിവാഹമോതിരമില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം പിന്നെ വൈസ് പ്രസിഡൻറ്റ് JD വാൻസും ഇവരും വേർപിരിയുന്നതിനുള്ള ഒരു സൂചനയാണ്, വേർപിരിയും എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ്, അതിലേക്ക് നയിക്കുന്നതിൻ്റെ ഒരു സൂചനയാണ് അതെന്നാണ് മാധ്യമങ്ങളൊക്കെ പിന്നെ കണ്ടെത്തിയത്. അതിന് ഉഷ വാൻസിൻ്റെ ഓഫീസ് അതിന് മറുപടി പറഞ്ഞു. ഉഷ വാൻസ് 3 കൊച്ചുകുട്ടികളുടെ അമ്മയാണ്. 8 വയസ്സുള്ള ഇവാൻ, 5 വയസ്സുള്ള വിവേക്, 3 വയസ്സുള്ള മീരാബൽ. അപ്പോൾ ഈ 3 കൊച്ചുകുട്ടികളുടെ പിന്നെ അമ്മയാണ്. അവർ ധാരാളം വീട്ടുജോലികൾ, പിള്ളേർക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി അവരെ കുളിപ്പിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അതിൻ്റെ ഇടയ്ക്ക് ചിലപ്പം മോതിരം ഇടാൻ മറന്നുപോയി എന്നിരിക്കും. അങ്ങനെയാണ് സംഭവിക്കുന്നത്, അല്ലാതെ അതിന് വേറെ അർത്ഥമൊന്നുമില്ല എന്നാണ് അവർ വിശദമാക്കിയിരിക്കുന്നത്. എന്നാലും മാധ്യമങ്ങൾ അങ്ങനെ വിടാൻ പിന്നെ പോകുന്നില്ലല്ലോ. കാരണം ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം കിട്ടാനായിട്ട് അവർ കാത്തിരുന്നത് പോലെയാണ് ഈ സംഭവത്തെ വ്യാഖ്യാനിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ നമ്മുടെ കൊല്ലപ്പെട്ട ചാർലി കിർക്കിൻ്റെ ഭാര്യ, ചാർലി കിർക്ക് ടേണിംഗ് പോയിൻ്റ് USA എന്ന് പറഞ്ഞൊരു സംഘടനയുടെ പിന്നെ സ്ഥാപകനായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു സമ്മേളനത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ എറിക്ക കിർക്ക് പിന്നെ ആ സമ്മേളനത്തിൽ പങ്കെടുക്കാനായിട്ട് JD വാൻസ് ചെയ്യുന്നു, വൈസ് പ്രസിഡൻറ്റ്. അപ്പോൾ അവിടെ വെച്ച് എറിക്ക പിന്നെ കിർക്ക് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ പിന്നെ തൻ്റെ ഭർത്താവിനെ പോലെ ഏകദേശം സാമ്യമുള്ള ഒരു വ്യക്തിയാണ് JD വാൻസ്. അതേ ആശയങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതുപോലുള്ളൊരു വ്യക്തിയാണ് JD വാൻസ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഈ സമ്മേളനത്തിലേക്ക് വളരെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നത്. അതിൽ വലിയ സന്തോഷമുണ്ടെന്ന് പറഞ്ഞ് ആ സ്റ്റേജിൽ വെച്ച് ഇരുവരും പരസ്പരം ആശ്ലേഷിക്കുകയും ചെയ്തു. അപ്പം ഇത് റഡാർ ഓൺലൈൻ എന്നോ മറ്റോ പറഞ്ഞൊരു സ്ഥാപനം, അവരുടെ ആശ്ലേഷം അതിൻ്റെ അർത്ഥം എന്താണെന്ന് പിന്നെ വ്യാഖ്യാനിക്കാനായിട്ട് അതിനെ പിന്നെ ഏതോ ഒരു സ്ത്രീയെ ഏൽപ്പിച്ച്, അതിൻ്റെ ഒരു വിദഗ്ധയെ. അപ്പോൾ അവർ പറയുന്നത് അത് ഭയങ്കരമായ ആശ്ലേഷമാണ്, അതിനർത്ഥം ഭയങ്കരമുണ്ട്. നമ്മൾ നേരിട്ടുള്ള കണ്ണുകൾ കൊണ്ട് കാണുന്നത് പോലെയല്ല, അതിനേക്കാൾ ഭയങ്കരമാണ് സംഭവം പിന്നെ എന്ന രീതിയിൽ പറഞ്ഞു. എന്ന് മാത്രമല്ല അവർ പറഞ്ഞത് ഈ JD വാൻസുമായിട്ട് ഒരു ബന്ധത്തിന് പിന്നെ എറിക്ക കിർക്കിന് താല്പര്യമുണ്ട്. പിന്നെ വാൻസാണ് അതിന് നോയെന്നോ എതിർപ്പോ ഒന്നും പറയുകയുണ്ടായില്ല. അതാണ് അതിൻ്റെ ആ ആശ്ലേഷത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാണ് അവർ വ്യാഖ്യാനിച്ചത്. ഭയങ്കരം. ഇങ്ങനെയൊക്കെയുള്ള വ്യാഖ്യാതാക്കൾ ഈ ചുണ്ട് അനങ്ങുന്നത് പിന്നെ ക്യാമറയിൽ കണ്ടിട്ട് ദൂരെ നിന്ന് എന്നിട്ട് പലരും അനലൈസ് ചെയ്യുന്നത് നമ്മൾ കാണാം. ചില വിദഗ്ധരെ കൊണ്ട് അനലൈസ് ചെയ്യിപ്പിക്കുന്ന മാധ്യമങ്ങളൊക്കെ ഇങ്ങനെയാണ് മാധ്യമങ്ങൾ സ്റ്റോറികൾ ഉണ്ടാക്കുന്നത്, വാർത്തകൾ ഉണ്ടാക്കുന്നത്. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് വാർത്തയാക്കി അങ്ങ് മാറ്റും. അതൊരു വാർത്തയായി മാറിയല്ലോ. പക്ഷേ ആ സംഭവം അന്നത് അത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല. കാരണം അതിന് ആ സംഭവത്തിൽ പിന്നെ സമ്മേളനത്തിൽ വെച്ച് JD വാൻസ് പറഞ്ഞ വേറെ ചില കാര്യങ്ങൾ അന്ന് വലിയ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. അന്ന് JD വാൻസ് പറഞ്ഞത് താൻ ക്രിസ്ത്യാനിയാണ്, തൻ്റെ മക്കളെയൊക്കെ ക്രിസ്ത്യാനികളായിട്ടാണ് വളർത്തുന്നത്. അപ്പോൾ ആരോ ചോദിച്ചു, എന്തുകൊണ്ട് നിങ്ങളുടെ ഭാര്യ ഹിന്ദുവാണല്ലോ, ഹിന്ദുവായിട്ട് എന്തുകൊണ്ട് പിന്നെ അവരെ വളർത്തുന്നില്ല എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് പിന്നെ തങ്ങൾ രണ്ടുപേരും കൂടി ആലോചിച്ച് പിന്നെ സംസാരിച്ചിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. താൻ ഈ കത്തോലിക്ക വിശ്വാസത്തിലേക്ക് വരികയാണ് ചെയ്തത്. പിന്നെ അതുപോലെ ബൈബിളിൽ വിശ്വസിക്കുന്നു, ഗോസ്പലിൽ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെപ്പോലെ ഒരു ദിവസം തൻ്റെ ഭാര്യയും പിന്നെ ഈ ക്രൈസ്തവ വിശ്വാസം കണ്ടെത്തും, ക്രിസ്തുവിനെ കണ്ടെത്തും, അവരും ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വരും എന്നാണ് തൻ്റെ ആഗ്രഹം, തൻ്റെ പ്രതീക്ഷ എന്ന് പറഞ്ഞു. പക്ഷേ അവർക്കതിന് താല്പര്യമില്ലെങ്കിൽ വരേണ്ടതില്ല. കാരണം ദൈവം എല്ലാവർക്കും ഫ്രീ വില്ല് കൊടുത്തിട്ടുണ്ട്, സ്വതന്ത്ര ചിന്ത കൊടുത്തിട്ടുണ്ട്, സ്വതന്ത്രമായ തീരുമാനം എടുക്കാനുള്ള അവകാശം കൊടുത്തിട്ടുണ്ട്. അത് അവരുടെ അവകാശമാണ് എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ അത് വലിയ വിവാദ വിഷയമായി ഇന്ത്യയിൽ പ്രത്യേകിച്ച് അത് ഇന്ത്യയിലൊക്കെ വലിയ ഒരു കോളിളക്കം സൃഷ്ടിച്ച ഒരു കാര്യമാണ് വലിയ വാർത്താരംഗത്ത്. അപ്പോൾ എന്തായാലും പിന്നെ ഉഷ വാൻസ് പറഞ്ഞ് അങ്ങനെ മതം മാറാനൊന്നും തനിക്ക് താല്പര്യമില്ല, അങ്ങനെയുള്ള കാര്യത്തെപ്പറ്റി ആലോചിക്കുന്നുമില്ല എന്നാണ് അവർ പറഞ്ഞത്. എന്തായാലും ഈ പറഞ്ഞതും പറയാത്തതുമായ കാര്യങ്ങൾ, ഇപ്പം മോതിരം ഇട്ടാലും ഇട്ടില്ലെങ്കിലും അതിനർത്ഥം കണ്ടെത്തുക. പിന്നെ ആരെങ്കിലും ഒരാൾ മോതിരം ധരിച്ചാൽ അതിനൊരർത്ഥം, മോതിരമില്ലെങ്കിൽ വേറൊരർത്ഥം. ഇങ്ങനെ ചെറിയ കാര്യങ്ങൾ പോലും മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നു, അത് എല്ലാം വാർത്തയായി മാറുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഈ പിന്നെ ഉഷ വാൻസും പിന്നെ പെട്ടുപോയിരിക്കുന്നത്. എന്തായാലും ഇങ്ങനെയൊന്നും സംഭവിക്കില്ല. ഈ മാധ്യമങ്ങളൊക്കെ പറയുന്ന പോലെ ഈ വിവാഹമോചനവും ഒക്കെ നിസ്സാരമായൊരു കാര്യമല്ല, ആ രീതിയിൽ കണക്കാക്കുന്നൊരു സംസ്കാരമല്ല ഭാരതത്തിൻ്റേത്. അതുപോലെ തന്നെ JD വാൻസും ഒരു കത്തോലിക്ക വിശ്വാസിയാണ്. കത്തോലിക്ക വിശ്വാസം അനുസരിച്ച് ഏക ഭാര്യ എന്നല്ലാതെ മറ്റൊരു സ്ത്രീയെ പിന്നെ മോശമായി നോക്കുന്നത് പോലും തെറ്റായ കാര്യമായിട്ടാണ് ചിന്തിക്കുന്നത്. അപ്പോൾ അങ്ങനെ
പിന്നെ അങ്ങനെയുള്ള സംസ്കാരങ്ങളിലാണ് അവർ നിൽക്കുന്നത്. ഇനി പിന്നെ ബാക്കി എന്ത് സംഭവിക്കുന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യവും ആണ്.